പോളിംഗ് ശതമാനം സംബന്ധിച്ച വലിയ വാദവിവാദങ്ങൾ പ്രതിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പോളിംഗ് ശതമാനം കൂടി എന്നത് സത്യവുമാണ്. പക്ഷേ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ വർധനവ് ഉണ്ടായിട്ടില്ല എന്ന് കാണാം. കാരണം SIR കാരണം ഒരു 8-9 ലക്ഷം വോട്ടുകൾ ഇല്ലാതായി, കുറച്ച് പുതിയ വോട്ടുകൾ വന്നു ചേർന്നു എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമില്ല. എങ്കിലും കുറച്ച് 2-3 ലക്ഷം വോട്ടുകൾ മൊത്തമായി കൂടുതൽ പോൾ ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അത് സ്വാഭാവികമാണ്, ഏത് തെരഞ്ഞെടുപ്പിലും വരുന്നതാണ്. അതുകൊണ്ട് ശതമാന കണക്കിൽ നിന്ന് നമുക്ക് എണ്ണത്തിലേക്ക് വരാം എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ അത് തരംഗമാണോ, എതിരാണോ, അനുകൂലമാണോ എന്നൊക്കെ ഇത് എക്സാക്ട്ലി നമുക്ക് റിസൾട്ട് വരുമ്പോഴേ പറയാൻ പറ്റും. പക്ഷേ 1-2 കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. 2021 ചെയ്ത അത്ര വോട്ടേ ഇത്തവണ ചെയ്തിട്ടുള്ളൂ നോക്കി, അല്ലെങ്കിൽ അതേ ആളുകളെ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ നോക്കി. ആദ്യത്തെ ചോദ്യം, 2021 LDF വോട്ട് ചെയ്ത എല്ലാവരും ഇത്തവണ LDF തന്നെ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? തിരിച്ച് 2021 UDF അല്ലെങ്കിൽ BJPക്കോ മറ്റു കക്ഷികൾക്കോ വോട്ട് ചെയ്ത ആളുകൾ അതേപോലെ ഇത്തവണ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഒരേ ആളുകളുടെ തന്നെ വോട്ടിംഗ് പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ടോ? പോസിറ്റീവ്, നെഗറ്റീവ്? അങ്ങനെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ UDF കഴിഞ്ഞ തവണ ചെയ്ത വോട്ടുകൾ ഏതെങ്കിലും, അല്ലെങ്കിൽ BJP ചെയ്ത വോട്ടുകൾ LDF വരാൻ സാധ്യതയുണ്ടോ, അതോ തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? ഈ ചോദ്യമാണ് ഞാൻ ആദ്യം ഉന്നയിക്കുന്നത്. അതിൽ തോന്നുന്ന ഒരു കാര്യം, 2021 LDF ചെയ്ത എല്ലാ വോട്ടുകളും കിട്ടില്ല എന്ന് മാത്രമല്ല, 2026 എത്തുമ്പോൾ അന്ന് വോട്ട് ചെയ്യാത്ത ആർക്കെങ്കിലും ഇത്തവണ LDF വോട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് പുതുതായി പോകാൻ സാധ്യതയുണ്ടോ? എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് LDF നിന്ന് പുറത്തേക്കാണ് കൂടുതലും ഉണ്ടാവുക, അകത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പുതിയ വോട്ടർമാർ വരില്ല. മാത്രമല്ല, ഇപ്പൊ UDF സംബന്ധിച്ചിടത്തോളം പുതിയ സാമൂഹ്യ വിഭാഗങ്ങൾ, മതേതര വോട്ടുകളുടെ ഒരു ഏകീകരണം, അത് ഉത്തര കേരളത്തിലും മധ്യ കേരളത്തിലും ചെറിയ തോതിൽ ദക്ഷിണ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഉണ്ടായിട്ടുണ്ടാവാം എന്നാണ് പൊതുവെ ഒരു നിരീക്ഷണം. വോട്ടിംഗ് ശതമാനത്തിൽ ഇത് അതുപോലെ തന്നെ ഇത്രയും ഉയർന്നത് അത് കാരണം കൊണ്ടാവാം എന്നൊരു നിരീക്ഷണമുണ്ട്. അതിന് ചില സാധ്യതകളുമുണ്ട്. എന്ന് പറഞ്ഞാൽ 2021 LDF കിട്ടിയ വോട്ടിന്റെ നല്ലൊരു പങ്ക് UDF കുറച്ച് ചിലപ്പോൾ BJP പോകാം. തിരിച്ചൊഴുകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ ഈ എൻ്റെ ഇൻകംബൻസി, മറ്റേ ഇൻകംബൻസി, MLA ഇൻകംബൻസി ഒക്കെ നോക്കിയിട്ടാണ്. MLA മാർക്ക് കിട്ടിയപ്പോൾ ഒരു 15,000 വോട്ടിന് ജയിച്ചൊരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ 15,000 വോട്ടിന് ലീഡുണ്ട്. ആ ലീഡിൽ എത്ര പുറത്തേക്ക് പോകും, എത്ര കുറയും? എത്ര നല്ല സ്ഥാനാർത്ഥിയാണെങ്കിലും, എത്ര നല്ല പ്രവർത്തനമാണെങ്കിലും രാഷ്ട്രീയ ഷിഫ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് UDF എഡ്ജുണ്ട് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. BJPക്കും ചിലപ്പോൾ ചില മണ്ഡലങ്ങളിൽ അല്പം ലീഡ് കിട്ടിയേക്കാം എന്നതും സത്യമാണ്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ സാധ്യത UDF എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. CPM കേരളത്തിലുള്ള ഏറ്റവും നല്ല കേഡർ പാർട്ടിയാണ്, ഏറ്റവും വലിയ പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അന്ന് തന്നെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ഓരോ മണ്ഡലത്തിലെയും സാധ്യത വിലയിരുത്താണ്. ഞാൻ 30 വർഷം CPM പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസമോ അതിന്റെ അടുത്ത ദിവസമോ കൃത്യമായി ഇന്ന മണ്ഡലത്തിൽ ഇത്ര വോട്ട് ലീഡ് കിട്ടും, ഇത്ര വോട്ടിന് തോൽക്കും, ജയിക്കും എന്നൊക്കെ പറയാറ്. ഇന്ന് അതിനുള്ള സാധ്യതയില്ല. ആ പാർട്ടിയുടെ സ്വഭാവം നഷ്ടപ്പെട്ടു, ജനങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. അങ്ങനെ തുറന്നു പറയുന്നതോ പാർട്ടി കുടുംബങ്ങൾ എന്നൊക്കെ പറയാവുന്നതോ ഒരുപക്ഷെ ചില പ്രദേശങ്ങളിൽ മാത്രമാവും ഉണ്ടാവുക. ഒന്ന്, പിന്നെ ഈ പറഞ്ഞതുമാതിരി ഈ സാമൂഹ്യ വിഭാഗങ്ങളിൽ ഉണ്ടായ ഷിഫ്റ്റ്, ശബരിമല പോലെയുള്ള നെഗറ്റീവ് വിഷയങ്ങൾ, പൊതുവെ നെഗറ്റീവ് ഫാക്ടേഴ്സ് കൂടുതലുള്ളത് ഭരണത്തിനാണ്. അത് സ്വാഭാവികമാണ്, ആന്റി ഇൻകംബൻസി വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ LDF സംബന്ധിച്ചിടത്തോളം തുടർ ഭരണം എന്നേ ഇവർ പറയുന്നു. വാദത്തിൽ തന്നെ തുടർ ഭരണം എന്ന് പറഞ്ഞാൽ 72 സീറ്റ് കിട്ടിയാലും തുടർ ഭരണം ഉണ്ടാവാം. സർവേകളിലും 75-80 ഒക്കെയാണ് പറയുന്നത് LDF ഉണ്ടെന്ന് പറയുന്ന ചില പാർട്ടി സപ്പോർട്ടേഴ്സിന്റെ സർവേ എന്ന് പറഞ്ഞാൽ 99 എത്തില്ല എന്ന് അവരും തീരുമാനിച്ചിട്ടുണ്ട്. 99 എത്തില്ല എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ കൃത്യമായും ഇത്തവണ UDF എഡ്ജ് പറയുന്നുണ്ട്. ഇനി അത് എത്രത്തോളം ആവാം? ഈ പറഞ്ഞതുപോലെ 80, 85, 75, 80 സീറ്റിലേക്കാണോ, 80കളുടെ ആണോ, അതോ 90 കടന്ന് 100ലേക്ക് അത് എത്തുമോ? അങ്ങനെയാണെങ്കിൽ അത് സുനാമിയാണ്, തരംഗത്തിന് അപ്പുറത്ത് സുനാമിയാണ്. അങ്ങനെ ഒരു സുനാമി കേരളത്തിലുണ്ടോ? എല്ലാവരും പറഞ്ഞു അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം അങ്ങനെ പ്രകടമായ ഒന്നല്ല. ഇപ്പൊ നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടു, അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടു, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടു.
അത് സുനാമി പോലെ തന്നെ ആഞ്ഞടിച്ചതാണ്. മിക്ക ഉപതെരഞ്ഞെടുപ്പുകളിലും അവരാകെ ജയിച്ച സിറ്റിംഗ് സീറ്റായ ചേലക്കരയിൽ പോലും വലിയ തോതിൽ വോട്ടിൽ കുറവുണ്ടായി. 39,000 ഭൂരിപക്ഷം എന്നുള്ളത് 10,000-ന് അടുത്തേക്ക് എത്തി. നിലമ്പൂരിൽ അവർക്ക് ഉണ്ടായിരുന്ന സീറ്റ് പോയി, സ്ഥാനാർത്ഥിയും പോയി, സീറ്റും പോയി, ഒക്കെ പോയി. എന്ന് പറഞ്ഞാൽ ജനറലി പൊതുവായി ഉള്ള ഷിഫ്റ്റ് അത് എത്രത്തോളം ബാധകമാണ്? ഇത് 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്, മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ ഏതാണ്ട് വലിയൊരു ബ്ലോക്ക് എന്ന നിലയ്ക്ക് എൽ ഡി എഫിനെതിരായിട്ടുണ്ട്. കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ കൂടെ നിന്നവരാണവർ. പല മണ്ഡലങ്ങളിലും എൽ ഡി എഫ് പിടിച്ചത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിൽ ഇപ്പൊ പത്തനംതിട്ട പോലെയുള്ള ഒരു ജില്ലയിൽ 5-ൽ 5 സീറ്റ് അവർ പിടിച്ചു. ഇടുക്കിയിൽ 5-ൽ 4 സീറ്റ് പിടിച്ചു. കോട്ടയത്തും അതുപോലെയുണ്ട്. തൃശ്ശൂർ ഒക്കെ അവര് അർത്ഥത്തിൽ പിടിച്ചു. പക്ഷെ ഇത്തവണ അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ ഒരു സപ്പോർട്ട്, ബ്ലൈൻഡ് സപ്പോർട്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഇല്ല എന്ന് മാത്രവുമല്ല, FCRA പോലെയുള്ള വിഷയങ്ങൾ വന്നതോടുകൂടി അവർക്കുള്ളിൽ ആശങ്ക വരികയും ആ ആശങ്ക UDF അനുകൂലമാവുകയും ചെയ്യും എന്നാണ് എൻ്റെ ഒരു റീഡിങ്. അങ്ങനെ വന്നാൽ അത് സുനാമി തന്നെയായിരിക്കും. കാരണം ഇവർ പ്രതീക്ഷിക്കാത്തതായിരിക്കും. സതീശൻ അവകാശപ്പെടുന്നത് 5 ജില്ലകളിൽ 1 സീറ്റ് പോലും LDF കിട്ടില്ല. എനിക്കറിയില്ല ഇങ്ങനെയാണോ സംഭവിക്കാൻ പോകുന്നത്. മലപ്പുറവും എറണാകുളവും ഇടുക്കിയും പത്തനംതിട്ടയും വയനാടുമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതൊക്കെ വരുമെന്നുള്ളത് നമുക്ക് കാണാം. അതുകൊണ്ട് സുനാമിയാണോ, തരംഗമാണോ, ആന്റി ഇൻകംബൻസി എന്ന് പറയുന്ന സാധാരണഗതിയിലുള്ള സംഗതിയാണോ, അല്ല തുടർഭരണം വേണമെന്നുള്ളതാണോ, ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചാൽ ഏതിൽ വരുമെന്ന് നമ്മൾ അറിയുന്നത് സീറ്റ് എണ്ണുമ്പോൾ മാത്രമാണ്. നിലവിലുള്ള MLA-മാർ അവരുടെ തട്ടകം തിരിച്ചു പിടിച്ചേക്കും എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ ഉണ്ട്. അത് എത്രത്തോളം വരും? അത് ഈ സുനാമിയെ തടയാൻ കഴിയുന്നത്രയാണോ ഉള്ളത്? കേരളത്തിലൊരു പാരമ്പര്യം എന്താ വെച്ചാൽ, എത്ര ശക്തനായ MLA ആണെങ്കിലും, എത്ര വലിയ വേരുറപ്പുണ്ടെങ്കിലും, പാർട്ടി ശക്തമല്ലെങ്കിൽ പാർട്ടി വോട്ടുകൾ മാറിപ്പോയാൽ വലിയ തോതിൽ പോകാം. വലിയ തോതിൽ തോറ്റുപോകാൻ വരെ സാധ്യതയുള്ള പല മണ്ഡലങ്ങളും കേരളത്തിലുണ്ട് എന്നത് വളരെ പ്രകടമാണ്. ഇതിന് പുറമെയാണ് BJP കടക്കുന്ന ഇൻറോഡ്സ്. അതിൽ പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, മധ്യ കേരളത്തിലും ഉത്തര കേരളത്തിലും BJP പിടിക്കുന്ന വോട്ടുകൾ ഇതുവരെ UDF-ന്റെ വോട്ടുകളായിരുന്നു. എങ്കിൽ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ, BJP കൂടുതൽ പിടിക്കുന്ന വോട്ടുകൾ അത് LDF-ന്റെ മേഖലയിൽ നിന്നാണ് പോകുന്നത് എന്നാണ്. പ്രത്യേകിച്ചും ദക്ഷിണ കേരളത്തിൽ LDF-ന് ഏറ്റവും സ്ട്രോങ് ബേസ് ഉണ്ട് എന്ന് പറയുന്നത് ദക്ഷിണ കേരളത്തിൽ BJP ഉണ്ടാക്കുന്ന ഡാമേജ് എത്രത്തോളം ആയിരിക്കും LDF-ന് എന്നതും ഇതിൽ വിഷയമാണ്. ചുരുക്കത്തിൽ ഒരു LDF അനുകൂല സാഹചര്യം അല്ല ഉള്ളത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും.